ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കാം. വെജിറ്റബിൾ കറി ഉള്ള ദിവസം നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനും ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കാനും എല്ലാം നല്ല സൂപ്പറാണ്. ഞാനിതിൽ കാണിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നമുക്ക് ആദ്യം ഇതിലോട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തൊന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ചിക്കനിലോട്ട് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഗരം മസാലയൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു ഹാഫ് ആൻ അവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഹാഫ് ആൻ അവർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ചിക്കൻ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് പാനിലേക്ക് മാറ്റാം. ചിക്കനിൽ ഞാൻ ഗരം മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലാകെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് വേറെ മസാലകളൊന്നും അതിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 6 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. തേങ്ങയിലേക്ക് പിടിക്കാനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഉണക്കമുളകെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതിലേക്കൊരു 4 വലിയ ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 6 ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചെറുതായും ചൂടാക്കി എടുക്കാം. ഇതിൽ നമ്മൾ ചിക്കൻ കറിയിൽ ചേർക്കുന്ന അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കരുത്. ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1 തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 തേങ്ങ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ചമ്മന്തിപ്പൊടിക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒട്ടുമില്ല പച്ചത്തേങ്ങ എടുക്കരുത്. കുറച്ച് ഉണങ്ങിയ തേങ്ങ എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും. മിക്സിയിൽ അത് പൊടിച്ചെടുത്തതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തേങ്ങ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. തേങ്ങയെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഉണങ്ങിയ തേങ്ങ എടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നോളും. ഈ സമയം നമുക്ക് ഇതിലോട്ട് അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലധികം പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ പീസ് പുളി ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടികൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്ന ദിവസം ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാനായിട്ട്. തേങ്ങ നന്നായി തന്നെ ഫ്രൈ ചെയ്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും തേങ്ങയെല്ലാം നന്നായി തന്നെ കരിഞ്ഞു പോകാതെ ഫ്രൈ ആയി കിട്ടും.
ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിലേക്ക് പിടിക്കാനുള്ള അല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓൾറെഡി ചിക്കനിൽ ഉപ്പെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈയും ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്ന ദിവസം അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഫ്രൈ മാറ്റി വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വരെ നമുക്കിത് കേടാകാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉണക്കമുളക് ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായി തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം കൂടി ഒരുമിച്ചാണ് പൊടിച്ചെടുക്കുന്നത്. നമുക്ക് 2 പോർഷനായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഓവറായി അരഞ്ഞു പോകാതെ ചമ്മന്തിക്കെല്ലാം പൊടിച്ചെടുക്കുന്ന പോലെ നന്നായി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായി ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരണം. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ എല്ലാം നന്നായി ഉലർന്ന് നല്ല ഒറ്റയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉണങ്ങിയ തേങ്ങ എടുത്താലാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി നമുക്ക് കിട്ടുന്നത്. ചിക്കനും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.